നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി വെറുതെ ഒരു കാരണം പറഞ്ഞ് കല്യാണത്തിന് ഒഴിയാൻ നോക്കണ്ട. നകുലേട്ടൻ ചേച്ചിക്ക് ചേർന്ന ആളാ, എനിക്ക് ഉറപ്പാ. മോളെ, ഞാൻ അമ്മായിയോട് ചേച്ചിക്ക് സമ്മതമാണെന്ന് പറയാൻ പോവാ. മഹിമേ, എന്തായി മോളെ? മഞ്ജു എന്തു പറഞ്ഞു? ചേച്ചിക്ക് ചെക്കനെ ഇഷ്ടായി. എന്താ മോളെ, മോക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടില്ലേ? മോളെ, ഇത് നിന്റെ ഭാവിയുടെ കാര്യമാണ്. നന്നായി ആലോചിച്ചിട്ട് തീരുമാനം എടുത്താ മതി. അത് അമ്മാവ, ഇതിലിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ആലോചന ഇവൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നകുലേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത് എന്തായാലും ഭാഗ്യം. ഇല്ലെങ്കിലേ ഗിരിയുമായിട്ടുള്ള ഇവളുടെ കഥകളെല്ലാം അയാൾ അറിഞ്ഞേനെ. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് മഞ്ജുവിന്റെ കല്യാണം നടത്തുന്ന ബുദ്ധി നിർത്ത്. ഇവര് പറയുന്നതൊന്നും മോള് കേക്കണ്ട. എടുത്തു ചാടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല വിവാഹം. മോക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറ. കണ്ടോ, അവൾക്ക് സമ്മതാ. ഇനി നിങ്ങൾ കൂടുതൽ സംസാരിച്ച് കൊളാക്കാതിരുന്നാ മതി. ഞാനേ നകുലന്റെ വീട്ടിലൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. മോളെ, മഞ്ജുവിന് എന്തോ ഇഷ്ടക്കുറവുള്ളതുപോലെ നിനക്ക് തോന്നിയോ? ഏയ്, ചേച്ചിക്ക് വീട് വിട്ട് പോവേണ്ടി വരുന്നതിന്റെ വിഷമോ? അത് ഞാൻ സംസാരിച്ച് ശരിയാക്കാം. ചേച്ചിയുടെ ഭാവിക്ക് ഇത് തന്നെയല്ലേ നല്ലത്? അങ്ങനെ മഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മഹിമയെ വെച്ച് മഞ്ജുവിനെതിരെ കളിക്കാൻ നിന്റെ അമ്മാണിച്ച ബുദ്ധി സമ്മതിക്കണം. കല്യാണം കഴിഞ്ഞ ഈ വീട് ചേട്ടന് കിട്ടുമല്ലേ? എന്നിട്ട് വേണം ഇത് വിറ്റ് കാശാക്കാൻ. എങ്ങനെയെങ്കിലും ഈ നശിച്ച നാടൊന്ന് വിട്ടുകിട്ടിയാ മതി. പുറത്തു പോയി അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇപ്പോഴാ നമ്മൾ ഒരേപോലെ ചിന്തിച്ചു തുടങ്ങി. എന്താ അമ്മേ? അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് അവര് പറയുന്നത്. അവളുടെ ജാതകം അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ ഒരു മുഹൂർത്തം കിട്ടിയാ മതിയായിരുന്നു. ഇതുവരെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലേ? ഇതും നടക്കും. മഞ്ജുവിന്റെ ഫോണാണല്ലോ. അവള് മറന്നു വെച്ചായിരിക്കും. നീ ആ ഫോൺ അവക്ക് കൊണ്ടേ കൊടുക്ക്. അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. സേവ് ചെയ്യാത്ത നമ്പറാണല്ലോ. അവളെ ആരാ വിളിക്കുന്നതെന്ന് അറിയണ്ടേ? ആ കട്ടായല്ല. എടീ, മഞ്ജു ഒരു പോലീസ് ഓഫീസറല്ലേ? എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. ആ മതി. അതെന്താ ഈ രാത്രിയിലൊരു അത്യാവശ്യം? അവളെ കല്യാണം ഉറപ്പിച്ച പെണ്ണാ. അല്ലെങ്കിൽ തന്നെ ഗിരിയുടെ വിഷയത്തിലെ ആവശ്യത്തിലധികം ചീത്തപ്പേര് അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നകുലനും കൂട്ടർക്കും അവളെ ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി, അത് മുടങ്ങിയാലേ ശരിയാവില്ല.
വീണ്ടും വിളിക്കുന്നല്ലോ. അല്ല, ഹലോ, ഹലോ, ഉറങ്ങുമായിരുന്നോ? ഉറങ്ങുമായിരുന്നെങ്കിലേ ഫോൺ എടുക്കുവാടാ മരത്തില്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ നിന്നോടൊക്കെ എങ്ങനെ സംസാരിക്കണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മഞ്ജു കല്യാണം ഉറപ്പിച്ച പെണ്ണ. ഇനി അവളെ നീ വിളിച്ച നിന്റെ വീട്ടിൽ കയറി ഞാൻ തല്ലും. ഞരമ്പ് രോഗികൾ ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും. ഇത് ശോഭന ആന്റി ആണോ? അതെ. ഇത് ഞാനാ, നകുലൻ. ഓയ്യോ, നകുലം മോനായിരുന്നോ? എനിക്ക് ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല. ഞാൻ മഞ്ജു മോളെ വിളിക്കാം. മഞ്ജു മോളെ, മഞ്ജു. ഞാനേ മോനെ, ആള് മാറി പറഞ്ഞതാ. സോറി കേട്ടോ. അയ്യോ, ആന്റി എന്തിനാ സോറി പറയുന്നേ? മഞ്ജുന്റെ കാര്യത്തില് ആന്റി കാണിക്കുന്ന കരുതല് കാണുമ്പോ എനിക്ക് സന്തോഷാ തോന്നുന്നേ. ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്ക് രാത്രി വരുന്ന കോളുകൾ ആരുടെയാണെന്ന് ചെക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാവരും എന്നെ പോലെ മാന്യന്മാരായിരിക്കണമെന്നില്ല. അതെ അതെ അതെ. ബൈ ദ ബൈ, ഞാൻ മഞ്ജുനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ വിളിച്ചത്. മഞ്ജു മോള് വന്നു. ഞാനേ ഫോൺ കൊടുക്കാവേ. മോളെ, നഗരമ്മനാ, സംസാരിക്കേ. അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? ഹലോ, ഇതാ എന്റെ നമ്പർ. ഇത് സേവ് ചെയ്തോളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാലോ. ഞാൻ കുറെ തവണ വിളിച്ചു, മഞ്ജു എടുത്തില്ല. ഞാനങ്ങനെ ഫോൺ കൈ കൊണ്ട് നടക്കാറില്ല. വെരി ഗുഡ്. ഇക്കാലത്തെ മിക്ക പെൺകുട്ടികളും 24 മണിക്കൂർ ഫോണിലാ. എന്നിട്ട് അതിൽ കാണുന്ന വല്ലവന്മാരുമായി പ്രേമവും സൊള്ളലും ഒക്കെ ആവും. ഞാൻ വയ്ക്കട്ടെ, നാളെ നേരത്തെ സ്റ്റേഷനിൽ എത്താനുള്ളതാ. ഓക്കെ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും കേട്ടോ. അത് പിന്നെ വേറൊന്നിനുമല്ല, നമ്മൾ പരസ്പരം കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയാ. കല്യാണത്തിന് അധിക സമയം ബാക്കിയില്ലല്ലോ. അതിനു മുമ്പ് മഞ്ജുനെ കുറിച്ച് എനിക്കെല്ലാം അറിയണം. ഗുഡ് നൈറ്റ്. ഗിരിയേട്ട ആഹാരം കഴിക്കാൻ വരുന്നുണ്ട്. കല്യാണക്കാരെ അവതരിപ്പിക്കുമ്പോ ഒരു കാരണവശാലും ശാലിനി ഇവിടെ വന്നതും നമുക്ക് ഗിഫ്റ്റ് തന്നതും പറയരുത്. നീ നോക്കിക്കോ, ശാലിനിയുടെ കാര്യം പറയുമ്പോ തന്നെ അവന് സന്തോഷാവും. അത് തന്നെ എന്റെയും പ്രാർത്ഥന. ഞാൻ ചെന്ന് ആഹാരം എടുത്തു കൊടുക്കാം. അമ്മ പിന്നാലെ വന്നാ മതിയേ. ശരി, പൊക്കോ. ഇതേട്ടാ ചിക്കൻ കറി അപ്പുവാ. ചേട്ടന്റെ ഫേവറേറ്റ് അല്ലേ? എന്താടി പതിവില്ലാത്തൊരു സ്നേഹമൊക്കെ? കാശുവല്ലോ വേണോ? ഇതെന്ത് കഷ്ടമാ? സ്നേഹം കാണിക്കുന്നതും കുറ്റമാണോ?